പ്രിയമുള്ളവരെ, ഇതിനു മുമ്പ് ഒരുപാട് തവണ തുഞ്ചൻ ഉത്സവത്തിൽ പങ്കെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെയും സാറ വരണം എന്ന 2 വാക്കിൻ്റെ പിൻബലത്തിൽ ആയിരുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ MT സദസ്സിൽ അല്ലെങ്കിൽ വേദിയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന ഒരു ബോധ്യം ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും സംസാരിക്കുമ്പോൾ എന്നിൽ ഉണ്ടാകാറുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സദസ്സിലോ വേദിയിലോ ഇല്ലാതിരുന്ന MT ഞാൻ സംസാരിച്ച കാര്യത്തെപ്പറ്റി ചിലപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്. MTയുടെ അഭാവം എന്ന് പറയുന്നത് സ്വാഭാവികമായി നൈസർഗികമായി ജീവനുകൾക്ക് സംഭവിക്കുന്ന ഒന്ന് മാത്രമാണ്. പക്ഷേ MTയുടെ ഉൾക്കാഴ്ച, MTയുടെ ദീർഘവീക്ഷണം, അതുപോലെ തന്നെ MTയുടെ നിലപാടുകൾ, ഇത് നമുക്ക് തന്നിട്ടുള്ള ബലവത്തായ പാഠങ്ങൾ ഉണ്ട്. ഈ പാഠങ്ങൾ തള്ളിക്കളയാൻ ആവാത്ത വിധത്തിൽ MT അവ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടാണ് വിട പറഞ്ഞിട്ടുള്ളത്. ജ്ഞാനപീഠം അവാർഡ് സ്വീകരിച്ചുകൊണ്ട് MT നടത്തിയ പ്രഖ്യാതമായിട്ടുള്ള പ്രസംഗത്തിൽ എന്താണ് എഴുത്തുകാരി എന്നുള്ളതിനെപ്പറ്റി വളരെ ചുരുക്കം ചില വാക്കുകളിൽ പറയുന്നുണ്ട്. തൻ്റെ ചുറ്റുമുള്ള ജീവിത ദുരിതങ്ങൾക്ക് അയാൾ സാക്ഷിയാണ്. അയാൾ എഴുത്തുകാരനായതുകൊണ്ട് ശരാശരി പൗരനേക്കാൾ അയാളിൽ അസ്വാസ്ഥ്യവും വേദനയും പ്രതികരണവും നീണ്ടു നിൽക്കുന്നു. സത്യത്തിൻ്റെ ശിഥിലീകരണവും മനുഷ്യ ചൈതന്യത്തിന് ഏൽക്കുന്ന പീഡനവും അയാളെ അഗാധമായി വേദനിപ്പിക്കുന്നു. ഒരിക്കൽ പവിത്രമെന്ന് സങ്കൽപ്പിച്ച മൂല്യങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് മുകൾ തട്ടിലെത്താനുള്ള നമ്മുടെ വ്യഗ്രതയെ ഓർത്ത് അയാൾ അകമേ കരയുന്നു. പല സംഘർഷങ്ങളുടെയും നടുവിലാണ് അയാൾ. ഭരണാധിപരും ഭരണീയരും തമ്മിലുള്ള സംഘർഷം, പാപപുണ്യങ്ങളെ പറ്റിയുള്ള വ്യത്യസ്ത സങ്കല്പങ്ങൾ തമ്മിലുള്ള സംഘർഷം, അങ്ങനെ നിരവധി സംഘടന കോലാഹലങ്ങളുടെ നടുവിലാണ് അയാൾ. ഈ കോലാഹലങ്ങൾക്ക് നടുവിൽ ഏകാന്തനായി നിന്നുകൊണ്ട് ആണ് എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി സമൂഹത്തോട് സംവദിക്കുന്നത് എന്ന് MT തൻ്റെ ജ്ഞാനപീഠം പ്രസംഗത്തിൽ 2 or 3 ഇടത്ത് അടിവരയിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാവുന്ന MTയോളം ഉയരത്തിലെത്തിയ ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിയോ കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. MT ജീവിച്ചിരുന്ന കാലത്ത് എന്തായാലും ഇല്ല. MTക്ക് മുമ്പുണ്ടായിരുന്ന ഉന്നത ശീർഷരോടൊപ്പം നിൽക്കാൻ, ഒരുപക്ഷെ അതിനേക്കാൾ ഒരു പടി വിവിധ മേഖലകളിൽ ഔന്നത്യത്തിൽ നിൽക്കാൻ MTക്ക് സാധിച്ചിട്ടുണ്ട്. ആ MT ജ്ഞാനപീഠം പ്രസംഗത്തിൽ പ്രത്യേകിച്ചും താൻ തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം ആ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, ഇത്തരം ഒരു സന്ദർഭത്തിൽ എല്ലാ എഴുത്തുകാരും ഒന്ന് തിരിഞ്ഞു നോക്കും. താൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് കണ്ടത് എന്നതിനെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരല്പം കൃഷിസ്ഥലം പാട്ടത്തിന് കിട്ടിയ ഒരു ചെറിയ കൃഷിക്കാരൻ മാത്രമാണ് ഞാൻ എന്ന് ബോധ്യമാകുന്നു. ഇത് എഴുത്തുകാർക്കുള്ളൊരു പാഠം ആണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു എഴുത്തുകാരൻ, ഒരു എഴുത്തുകാരി സംഭവിക്കുന്നത് എങ്ങനെ, നിലനിൽക്കുന്നത് എങ്ങനെ എന്നുള്ള ഒരു യാഥാർത്ഥ്യം അറിയാവുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വാക്കുകളിലെ വിനയം എന്ന് പറയുന്നത്, ഈ വാക്കുകളിലെ ഉത്തമ ബോധ്യം എന്ന് പറയുന്നത്, ഈ വാക്കുകളിലെ ഇതര ലോകത്തെമ്പാടുമുള്ള മഹാസാഹിത്യത്തെ കൂടെ തൻ്റെ എഴുത്തിനെ ചേർത്ത് വെച്ചുകൊണ്ട് താൻ എന്താണ് എന്നുള്ള തിരിച്ചറിവ്, അത് വളരെ സത്യസന്ധമായി വളരെ പരമോന്നതമായ ഒരു ബഹുമതി സ്വീകരിക്കുന്ന വേളയിൽ MT വാസുദേവൻ നായർ പറഞ്ഞത് ഒരു കുറച്ച് സ്ഥലം പാട്ടത്തിന് കിട്ടിയ ഒരു കൃഷിക്കാരൻ മാത്രമാണ് ഞാൻ എന്നാണ്. ഈ ഒരു നിലപാട് തറയിൽ നിന്നുകൊണ്ടാണ് എഴുത്തിനെ MT രൂപപ്പെടുത്തിയത്, തൻ്റെ പ്രവർത്തനങ്ങളെ രൂപപ്പെടുത്തിയത്, തൻ്റെ സംസാരത്തെയും ഒക്കെ തന്നെ MT രൂപപ്പെടുത്തിയത് ഈ നിലപാട് തറയിൽ നിന്നുകൊണ്ടാണ്, ഈ വിനയത്തിൽ നിന്നുകൊണ്ടാണ്. അദ്ദേഹം ഒരിക്കൽ പറയേണ്ടായി, ആരെങ്കിലും എന്നോട് പുറത്തൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഒരു എഴുത്തുകാരനാണ് എന്ന് പറയാൻ എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നാണ്.
ഒരു എഴുത്തുകാരനാണെന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല. പകരം ഞാൻ പത്രാധിപരാണ് എന്ന് പറയും. തൻ്റെ തൊഴിൽ പത്രപ്രവർത്തനമാണ്. പക്ഷേ ഒരു എഴുത്തുകാരൻ എന്ന് ഔദ്ധത്യത്തോടുകൂടി അഭിമാനത്തോടുകൂടി പറയാൻ എല്ലാവിധത്തിലുള്ള അർഹതയും ഉള്ള MT വാസുദേവൻ നായർ അത് പറയാൻ മടിച്ചിരുന്നു എന്ന് പലവട്ടം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. MT എഴുതിക്കൊണ്ടിരുന്നൊരു കാലം എന്ന് പറയുന്നത് പുരുഷാധിപത്യവും ജന്മിത്വവും കൊടികുത്തി വാഴുന്ന കാലം ആയിരുന്നു. നമുക്ക് ഇന്ന് ഉള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ചും യൂത്തിന് പ്രത്യേകിച്ചും അറിയാത്ത വളരെ ഇരുണ്ട കഷ്ടപ്പാടിൻ്റെയും കണ്ണീരിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഇരുട്ടിൻ്റെയും യാതനകളുടെയും അപമാനത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ഒരു കാലം മലയാളത്തിന് ഉണ്ടായിരുന്നു, മലയാളി സമൂഹത്തിനുണ്ടായിരുന്നു. കേരളത്തിലെ അത്തരത്തിലുള്ള ഒരു കാലത്തെ അടയാളപ്പെടുത്താൻ ഏത് ചരിത്ര പുസ്തകങ്ങളെക്കാളും MT വാസുദേവൻ നായരുടെ നോവലുകൾ നമുക്ക് ആധാരശില ആക്കാവുന്നതാണ്. കാരണം MT തന്നെ പറഞ്ഞിട്ടുള്ള പോലെ ജീവിതത്തിൻ്റെ അപ്പുറത്ത് ഒന്നും ഇല്ല എഴുത്തിൽ. ജീവിതം തന്നെയാണ് എഴുത്തിൽ. മനുഷ്യനെ പഠിക്കുക എന്നുള്ള സങ്കീർണമായ കാര്യമാണ് താൻ നിർവഹിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. മനുഷ്യൻ തന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ക്രൂരനായി കാണപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വളരെ കരുണാർദ്രമായ ഒരു ഉറവ ഉള്ളത് പലപ്പോഴും താൻ വളരെ അത്ഭുതത്തോടു കൂടി നോക്കി നിന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ തൻ്റെ കൊച്ചു ഗ്രാമത്തിൽ, കൂടല്ലൂർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ ഉള്ള മനുഷ്യർ, ആ മനുഷ്യരുടെ സങ്കീർണമായ സ്വഭാവ സവിശേഷതകൾ, ആ മനുഷ്യരുടെ ജീവിതഗതികൾ, ആ മനുഷ്യർ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സാമൂഹിക അവസ്ഥ, സാമ്പത്തിക അവസ്ഥ, അതിൻ്റെ പ്രത്യേക തരത്തിലുള്ള ജീവിത പന്ഥാവ്, ഇതിനെ മുഴുവനും അടയാളപ്പെടുത്തുകയാണ് MT തൻ്റെ കൃതികളിൽ ചെയ്തത്. നമുക്കറിയാവുന്നതുപോലെ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ മക്കൊണ്ട പോലെ ഒരു പക്ഷേ നല്ല ഒരു വിവർത്തനം നാലുകെട്ടിനോ അസുരവിത്തിനോ ഉണ്ടായിരുന്നുവെങ്കിൽ ലോക സാഹിത്യത്തിൽ മക്കൊണ്ടയ്ക്ക് സമാനമായ ഒരു പ്രദേശം തന്നെയായി കൂടല്ലൂരെ നിലനിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വിചിത്രങ്ങളായിട്ടുള്ള അവിടുത്തെ ജീവിതാനുഭവങ്ങളെ MT വാസുദേവൻ നായർ അനായാസമായി അയത്ന ലളിതമായി ആഖ്യാനം ചെയ്യുന്നു. ഈ ജീവിതത്തിൻ്റെ സമൂഹ ക്രമങ്ങളെ, അതിൻ്റെ സാമ്പത്തിക ക്രമങ്ങളെ, അതിൻ്റെ സാധ്യതകളെ അതാണ് MT ആദ്യത്തെ 2 പ്രധാനപ്പെട്ട കൃതികളിലും വരച്ച് വെച്ചത്. ഈ പുരുഷാധിപത്യത്തിൻ്റെയും ജന്മിത്വത്തിൻ്റെയും ഈ ചോദ്യം ചെയ്യലില്ലാത്ത ആ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി വരുന്ന, അതിൻ്റെ ഇരകളായി ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകൾ, കുട്ടികൾ, അധികാരം കയ്യിലില്ലാത്ത പുരുഷന്മാർ, ഇവരാണ് MT വാസുദേവൻ നായരുടെ കഥാപാത്രങ്ങൾ. ഈ കഥാപാത്രങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അദ്ദേഹം ആലേഖനം ചെയ്തത്. എന്ത് ദുരിതത്തിൽ കൂടെയാണ് ആ ജീവിതങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അമ്മാവൻ ഭരണത്തിൻ്റെ കീഴിൽ നമുക്കറിയാം, നായർ തറവാടുകളിലെ സ്ത്രീകൾക്ക് പരമമായ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് സ്വയം നിർണയാവകാശമുണ്ടായിരുന്നു, അവർക്ക് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് അവരെ കൈയാളിയിരുന്നു, പണം അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയിരുന്നു എന്നൊക്കെയുള്ള പലതരത്തിലുള്ള അബദ്ധധാരണകൾ പുലരുമ്പോൾ എന്തായിരുന്നു സത്യത്തിൽ നായർ തറവാടുകളിലെ സ്ത്രീകൾക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്ന 2 പുസ്തകങ്ങളാണ് നാലുകെട്ടും അതുപോലെ തന്നെ അസുരവിത്തിലെ സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ നാലുകെട്ടിലെ സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ചിട്ട് ആ കഥാപാത്രങ്ങളെ പരിശോധിച്ചാൽ ആ കഥാപാത്രങ്ങളുടെ നിത്യ ജീവിത അനുഭവങ്ങൾ, അവർ കടന്നു പോകുന്ന നിമിഷങ്ങൾ, അവരുടെ മഹാസങ്കടങ്ങൾ, അവരുടെ ഇല്ലായ്മ വല്ലായ്മകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അമ്മാതിരി ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നു. അന്ന് സ്ത്രീകൾ അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾക്ക് അറുതി വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളാണ് നവോത്ഥാന കാല സമരങ്ങൾ തുടങ്ങി നമ്മൾ കേരള ചരിത്രത്തിൽ കണ്ടുവരുന്നത്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി മുന്നേറ്റങ്ങൾ, പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി മുന്നേറ്റങ്ങൾ എല്ലാ സമുദായ പരിഷ്കർത്താക്കളും കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ സമുദായ പരിഷ്കർത്താക്കളും തന്നെ തുടങ്ങുന്നത് സമൂഹത്തിൻ്റെ പകുതി വിഭാഗം വരുന്ന സ്ത്രീകൾ എന്ന് പറയുന്ന മനുഷ്യ വിഭാഗത്തെ, അവരനുഭവിക്കുന്ന ദുരിതത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിക്കൊണ്ടാണ്. അതിൽ തീർച്ചയായിട്ടും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന്, ആരാധന, സ്വാതന്ത്ര്യത്തിന്, വോട്ടവകാശത്തിന്, അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾക്ക് വേണ്ടി
കുറേ ആഹ്വാനങ്ങൾ ഉണ്ടാവുകയും ദേശീയ പ്രസ്ഥാനവുമായി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിൽ അതൊരു സമാന്തര ധാരയായിട്ട് മുന്നോട്ട് വികസിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള വികാസം ആണ് പിന്നീട് ജാതി വിരുദ്ധ പോരാട്ടങ്ങളിലേക്ക് വികസിക്കുന്നത്. സ്ത്രീകളിൽ നിന്ന് തുടങ്ങി ജാതി വിരുദ്ധ പോരാട്ടങ്ങളിലേക്ക് വികസിച്ച നവോത്ഥാന കാല മുന്നേറ്റങ്ങൾ ദേശീയ സ്വാതന്ത്ര്യ സമരത്തോട് ചേർന്ന് മറ്റൊരു ധാരയായി പ്രവർത്തിച്ചുകൊണ്ടാണ് നമുക്ക് വലിയ സാമൂഹിക മാറ്റം ഉണ്ടാകുന്നത്. സാമൂഹിക മാറ്റത്തിന് വേണ്ടി നിലകൊള്ളുന്ന, സാമൂഹിക മാറ്റത്തിന് വേണ്ടി നിലകൊണ്ട എല്ലാ സമുദായ പരിഷ്കർത്താക്കളും സ്ത്രീകളുടെ ജീവിതത്തെ ഒരടി മുന്നോട്ട് വയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. ആ ഒരടി മുന്നോട്ട് വയ്ക്കുന്നതിൽ ഇങ്ങേയറ്റത്ത് നമുക്കറിയാം വി ടി ഭട്ടതിരിപ്പാടിനെ പോലെയുള്ള ആളുകൾ ചെയ്തിട്ടുള്ള വലിയ പങ്ക്. വി ടി ഭട്ടതിരിപ്പാടിനെ പോലെയും ലളിതാംബി അന്തർജനത്തെ പോലെയും ആ കാലഘട്ടത്തിലെ എല്ലാ സമുദായ പരിഷ്കർത്താക്കളെ പോലെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പോലെയും ഉള്ളവർ മുന്നോട്ട് വെച്ച ഒരു തെളിച്ചം, ആ തെളിച്ചം സ്ത്രീകളുടെ പ്രശ്നം കുറച്ചുകൂടി സ്ത്രീകളുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമായിട്ടുണ്ട്. ഈ ഒരു സമൂഹ പശ്ചാത്തലം കൂടി എം.ടി. വാസുദേവൻ നായർ എഴുതുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ ഒരു പശ്ചാത്തലമായി നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അദ്ദേഹത്തിൻ്റെ മരണാനന്തരം പലരും വളരെ ആധികാരികമായി തന്നെ എം ടിയിലെ സ്ത്രീ വിരുദ്ധനെ കണ്ടെടുക്കാൻ വേണ്ടി വലിയ പുറപ്പാടുകൾ നടത്തിയിട്ടുള്ളതായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്. നമുക്കറിയാം, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സ്വതന്ത്ര അഭിപ്രായ പ്രകടന സാധ്യതയുടെ ഈ വലിയ കാലത്ത്, ഈ പ്രധാനപ്പെട്ട കാലത്ത് എത്ര സൂക്ഷ്മമായി വേണം ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിയെ വിലയിരുത്താൻ എന്ന ബാലപാഠം ആരെയും പഠിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതിനാൽ വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ ആരെപ്പറ്റിയും എന്തും എഴുതി വിടാനുള്ള ഒരു അരാജക വ്യവസ്ഥ സോഷ്യൽ മീഡിയ നിലനിർത്തിയിട്ടുണ്ട്. എം.ടി. വാസുദേവൻ നായരുടെ മരണത്തിന് ശേഷം നമ്മയൊക്കെ കൂടുതൽ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ കടന്നു വന്നതിനെ പരിശോധിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം സ്ത്രീവിരുദ്ധനാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി അവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണകൾ ഉണ്ട് എങ്കിൽ അത് സമർത്ഥിക്കേണ്ടിയിരുന്നു. പകരം അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കാണുന്ന കഥാപാത്രങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാനതിനെ എല്ലാ എം ടി സ്ത്രീ കഥാപാത്രങ്ങളുടെ ദുഃഖത്തെയും ഞാൻ ഒരൊറ്റ വാചകത്തിലേക്ക് ചുരുക്കിയാണ് എൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. അതിങ്ങനെയാണ്. അസുരത്തിലെ ഒരു കഥാപാത്രം, ഒരു സ്ത്രീ കഥാപാത്രം, ആ സ്ത്രീ കഥാപാത്രത്തിൻ്റെ മാറത്ത് ഇടുന്ന തോർത്തുമുണ്ടിനെ കുറിച്ചുള്ള ഒരു പരാമർശം ഉണ്ട്. അലക്കി കറുത്തുപോയ തോർത്തുമുണ്ട്. അലക്കും തോറും വെളുക്കുകയാണ് വേണ്ടത്. എത്ര കാലം ആ തോർത്ത് ഉപയോഗിച്ചാലാണ് അതങ്ങനെ കറുത്തു പോവുക? ഒരു പുതിയ വെളുത്ത തോർത്തുമുണ്ട് രണ്ടാമത്തെ കഴുകലിൽ തന്നെ ഒന്ന് മങ്ങും, നമുക്കറിയാം. ദീർഘകാലം അത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരൊറ്റ തോർത്ത് മാത്രമേ ഉപയോഗിക്കാനുള്ളൂ എങ്കിൽ മഴക്കാലത്ത് കരിമ്പനടിക്കാനും അലക്കി വെളുക്കാതിരിക്കാനും അഴുക്ക് അതിൽ അടിഞ്ഞുകൂടിയിരുന്നിട്ട് അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ നിവൃത്തിയില്ലാതിരിക്കാനും തുടങ്ങിയിട്ടുള്ള പല കാരണങ്ങളുണ്ട്. ആ സ്ത്രീക്ക് ആ ഒരൊറ്റ തോർത്തുമുണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു തോർത്തുമുണ്ടിൻ്റെ സ്വഭാവം അലക്കി കറുത്തുപോയ തോർത്തുമുണ്ട് എന്നാണ്. താൻ ജീവിക്കുന്ന കുടുംബത്തിനകത്ത് നിലനിൽക്കാൻ പറ്റാതെ കണ്ട് ആത്മഹത്യ ചെയ്യുന്ന, അതല്ലെങ്കിൽ ഒളിച്ചോടിപ്പോകുന്ന പാറുക്കുട്ടിയെ പോലെ, അതല്ലെങ്കിൽ കുട്ടിയെടുത്തിയെ പോലെ, അതുപോലെ ഓരോ സ്ത്രീ കഥാപാത്രത്തെ എടുത്താലും സങ്കടങ്ങളുടെ ജീവിത ചരിത്രമാണ് അത്. വി ടി ഭട്ടതിരിപ്പാടും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ആത്തേമാരുടെ ജീവിതം ഏറിയാൽ അരപ്പേജ്, അതിനപ്പുറത്ത് ഒന്നുമില്ല പറയാൻ. സംഭവബഹുലമല്ല സ്ത്രീ ജീവിതം. അടുക്കളയ്ക്കകത്ത് ഒതുങ്ങി നിൽക്കണം എന്നുള്ളതാണ്. ആ അടുക്കളയ്ക്കകത്തെ ഇരുട്ട്, നായർ തറവാടുകളിലെ അടുക്കളയ്ക്കകത്തെ ഇരുട്ട് എം.ടി. വാസുദേവൻ നായരുടെ കൃതികളിൽ കനത്ത, വെട്ടിയാൽ മുറിയാത്ത ഒന്നാണ് എന്ന് നമ്മൾ വായിക്കുമ്പോൾ അനുഭവിക്കുന്നു. ആ ഇരുട്ടിനെ മറികടക്കാനായിട്ട് ഒരു വെട്ടത്തിനും സാധ്യമല്ലാത്ത വിധത്തിലുള്ള സാമൂഹ്യ വ്യവസ്ഥയാണ് അന്ന് നിലനിന്നിരുന്നത്. ആ ഇരുട്ടിനെ, ഈ ഇരുട്ട് എന്താണ് എന്ന് പറയുകയാണ് എം ടി ചെയ്തത്. ഇതാണ് ആ കാലഘട്ടത്തിലെ സ്ത്രീകൾ അനുഭവിച്ചിരുന്നത് എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തുകയായിരുന്നു അവരുടെ സ്ത്രീ ജീവിതത്തിൻ്റെ ആഖ്യാനങ്ങളിലൂടെ. നമുക്കറിയാവുന്നതുപോലെ സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ, പണമില്ലാത്തതിൻ്റെ പേരിൽ ഈ നായർ തറവാടുകളിൽ നിലനിന്നിരുന്ന മരുമക്കത്തായ വ്യവസ്ഥയിലെ സമ്പത്തില്ലാത്ത ഒരു വിഭാഗത്തിന് എത്രമാത്രം അപമാനഭരിതമായ ജീവിതം ജീവിക്കേണ്ടി വരും. സവർണ വിഭാഗമാണ്, സവർണരാണ്, പക്ഷേ എത്രമാത്രം
അപമാന ഭരിതമായ ജീവിതം അവർക്ക് ജീവിക്കേണ്ടി വരും എന്ന് കാണണമെങ്കിൽ പാറുക്കുട്ടി അനുഭവിച്ച ജീവിതം നോക്കിയാൽ മതി. പാറുക്കുട്ടി ആ തറവാട്ടിലൊരു അംഗമാണ്. പകിടകളിക്കാരൻ കൊന്നുണ്ണി നായരുടെ കൂടെ ഓടിപ്പോയി എന്നുള്ളതാണ് അവളെ തറവാട് പുറന്തള്ളാനുള്ള കാരണം. അത് അമ്മാവനേറ്റ അപമാനം, തറവാടിനുണ്ട് എന്ന് പറയുന്ന മിഥ്യാഭിമാനം, ഇതിനൊക്കെ ഒരു തകർച്ചയായി എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം അല്ല, ഒരുപക്ഷെ പാറുക്കുട്ടിക്ക് കൊടുക്കേണ്ട വീതം കൊടുക്കാതിരിക്കാനുള്ള ഒരു സൂത്രപ്പണി കൂടിയായിട്ട് അതിനെ നമുക്ക് കാണാവുന്നതാണ്. കുട്ടി തിരിച്ചു ചെല്ലുമ്പോൾ ആ വീട്ടിൽ അവന് ഉള്ള സ്ഥാനം എന്താണ്, അവനെ എങ്ങനെ സ്വീകരിക്കുന്നു. അപ്പോൾ ഇത് ഓരോ സ്ത്രീ കഥാപാത്രത്തെ പരിശോധിച്ചാലും സങ്കടങ്ങളുടെ മഹാപുസ്തകങ്ങളാണ് എം.ടി. വാസുദേവൻ നായരുടെ സ്ത്രീ കഥാപാത്രങ്ങളുടെ ജീവിതം. ഓരോന്നും സന്തോഷമുള്ള ഒരു അനുഭവം, ഒരു നിമിഷം ഒരു സ്ത്രീക്ക് എം.ടി. വാസുദേവൻ നായരുടെ കൃതികളിൽ നമ്മൾ കാണില്ല. കാരണം അത് ജീവിത യാഥാർത്ഥ്യം ആണ്. ഈ ജീവിത യാഥാർത്ഥ്യത്തെ എഴുതുക എന്നുള്ളതാണ് എഴുത്തുകാരൻ ചെയ്യേണ്ടത്. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞതുപോലെ മനുഷ്യ ജീവിതത്തിൻ്റെ ഈ സങ്കീർണതകളെ നോക്കിക്കാണുമ്പോൾ, അതിനെ ആലേഖനം ചെയ്യുമ്പോൾ, ഈ മഹാബഹളത്തിനകത്ത് ഏകാന്തമായി തൻ്റെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങി ഇരുട്ടിലിരുന്ന് എഴുതുന്ന ഒരു എഴുത്തുകാരനെ പോലെ എം.ടി. നമ്മെ അനുഭവിപ്പിക്കുന്നുണ്ട്. ബാല്യങ്ങളുടെ അന്തരം എന്ന് പറയുന്നത്, ജീവിതാന്തരം എന്ന് പറയുന്നത്, ആ നായർ തറവാടുകളിൽ നിലനിന്നിരുന്ന മരുമക്കത്തായ സമ്പ്രദായത്തിൽ പ്രത്യേകിച്ചും അമ്മാവൻ്റെ മക്കൾക്ക് കോരി കൊടുക്കുന്നതും, ഇവിടെ തന്നെ പിന്നെ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ കല്യാണം കഴിച്ചവൻ്റെ അന്തസ്സിനും അയാളുടെ പണത്തിനും അനുസരിച്ച് അതിൽ പിറക്കുന്ന കുട്ടികൾക്ക് സ്ഥാനമാനങ്ങളും അതുപോലെ തന്നെ പിന്നെ ഭക്ഷണ സമൃദ്ധിയും വസ്ത്രസമൃദ്ധിയും ഒക്കെ ഉണ്ട്. ഒന്നുമില്ലാത്ത കല്യാണം, തൻ്റെ അച്ഛന് കഴിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ തനിക്ക് അച്ഛനില്ലാത്തത് കൊണ്ടോ ഈ സമ്പന്നരുടെ ഇടയിൽ, ഈ രക്തബന്ധത്തിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുകയും സങ്കടപ്പെടുകയും വിഷാദവാനാവുകയും അതുപോലെ തന്നെ അപമാനിക്കപ്പെടുകയും ചെയ്യുന്ന നിരവധി ബാലന്മാർ അല്ലെങ്കിൽ ബാല്യം എം.ടിയുടെ കഥകളിൽ ആലേഖനം ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ വിഷുവിന് പടക്കം വാങ്ങാൻ കാശില്ലാത്തതിൻ്റെ പേരിൽ യാതന അനുഭവിക്കുന്നൊരു കുട്ടി, വിഷമിക്കുന്നൊരു കുട്ടി, അവൻ്റെ മഹാസങ്കടം എന്ന് പറയുന്നത് ഒരു പടക്കത്തിൽ ഒതുങ്ങുന്നതല്ല. അവനത് സാധിക്കാത്ത വിധത്തിൽ അവൻ്റെ സാമൂഹ്യ അന്തസ്സ്, വീട്ടിൽ അവൻ്റെ അന്തസ്സ് എന്ത് എന്ന ഒരു ചോദ്യം ആ കഥാപാത്രം ഉയർത്തുന്നുണ്ട്. അപ്പുണ്ണി തന്നെ ഒരു മികച്ച ഉദാഹരണം ആണ്. അസുരവിത്ത്, ഒന്നിനും കൊള്ളില്ലാത്ത, മുടിയാൻ നേരത്ത് വയറ്റിൽ വന്ന് പിറന്ന സന്തതി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഒരു ജന്മം അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടിക്കുണ്ട്. അയാൾക്ക് നാടും വീടും വെറുത്ത് അലയേണ്ടി വരുന്നു, പോകേണ്ടി വരുന്നു, പുറത്താക്കപ്പെടുന്നു, മതത്തിനകത്തു നിന്ന് പുറത്താക്കപ്പെടുന്നു. അങ്ങനെയുള്ള ജീവിത അനുഭവങ്ങൾ ഇല്ലാത്തതിൻ്റെ ഏക അടിത്തറ എന്ന് പറയുന്നത് അന്ന് നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥയിലെ വർഗപ്രശ്നം ആണ്, സാമ്പത്തിക പ്രശ്നം ആണ്. അന്ന് നമുക്കറിയാവുന്നതുപോലെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്ന് മുതലാളിത്ത വ്യവസ്ഥയിലേക്കുള്ള പകർച്ചയുടെ ഒരു കാലഘട്ടത്തിൽ തകരുന്ന നായർ തറവാടുകളിലെ സാമ്പത്തിക ഘടന എന്ന് പറയുന്നത് എങ്ങനെ മനുഷ്യരെ അനാഥമാക്കി ചിതറിച്ചു കളഞ്ഞു, അധികാരവും സമ്പത്തും ഇല്ലാത്ത മനുഷ്യരെ എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവ് ആണ്. ആ കാലഘട്ടത്തിൻ്റെ കാലുഷ്യങ്ങൾ അനുഭവിച്ച ബാല്യ കൗമാരങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ, ഇവരുടെയൊക്കെ വേദനകൾ ആണ് എം.ടി. വാസുദേവൻ നായർ തൻ്റെ കൃതികളിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ളത്. വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം ഇവിടെ നിർത്തുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എം.ടി. വാസുദേവൻ നായരുടെ മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത് രൂപപ്പെടുത്തുന്നതിൽ മനുഷ്യർ തമ്മിൽ വ്യത്യാസം ഇല്ല. ജാതിയുടെയോ മതത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ മനുഷ്യരെ വ്യത്യസ്തരായി കണ്ടുകൊണ്ട് അവരെ അടിച്ചമർത്തുന്ന തരത്തിലുള്ള സമൂഹത്തിൽ നിലനിൽക്കുന്ന സംഗതികൾ ഉണ്ടാക്കുന്ന ആഘാതം, ജ്ഞാനപീഠ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ താൻ അസ്വസ്ഥനാകുന്നു, തന്നെ വേദനിപ്പിക്കുന്നു, താൻ തളർന്നു പോകുന്നു. ഈ അസ്വസ്ഥതകൾ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി ആഖ്യാനം ചെയ്യുന്ന എം.ടി. വാസുദേവൻ നായർ. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്കറിയാവുന്ന പോലെ നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരു മതം മതി, ഒരു രാജ്യം മതി, ഒരു വോട്ട് മതി, ഒരു സംഗതി മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ വളരെ കൃത്യമായ ഒരു നിലപാടോടുകൂടി നമുക്കുണ്ടായിരുന്ന ഫെഡറൽ സംവിധാനത്തെയും
നമുക്ക് അവകാശപ്പെട്ട ഭരണഘടനയിൽ നമുക്ക് അവകാശപ്പെട്ട നിലനിൽക്കാനുള്ള സ്വാതന്ത്ര്യത്തെയും ഹനിച്ചുകൊണ്ട് പലതായി കിടക്കുന്ന നമ്മുടെ ജനാധിപത്യത്തിൽ ഊന്നിയിട്ടുള്ള നമ്മുടെ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന എല്ലാ അവകാശാധികാരങ്ങളെയും നമ്മിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് കുറേ പേർക്ക് പൗരത്വം നിഷേധിക്കുകയും കുറേ പേരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഫാസിസം മുഴുവനായിട്ടില്ല എന്നാണ് പറയുന്നത്. ഫാസിസം വലിയ ഫാസിസം വരണം എന്നാണ് പറയുന്നത്. എന്നാലേ ഇതിനെ ഫാസിസം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ എന്ന് ഈ അടുത്ത കാലത്ത് കേൾക്കുന്നുണ്ടായി. ഇപ്പോൾ ഉള്ളത് ഫാസിസം ഒന്നുമല്ല. ഫാസിസം ശരിക്കും ലക്ഷണമൊത്ത ഫാസിസം വരണം എന്നാണ്. പോട്ടെ, അതെന്തോ ആവട്ടെ. ഈ ലക്ഷണമൊത്താലും ഇല്ലെങ്കിലും ഫാസിസ്റ്റ് വഴിയിലേക്കുള്ള നമ്മുടെ ഈ യാത്രക്കിടയിൽ നിലനിൽക്കുന്ന മറ്റ് മതന്യൂനപക്ഷങ്ങളോടുള്ള നിലപാടിൽ വളരെ വലിയ ആശങ്കയുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എം.ടി. വാസുദേവൻ നായരുടെ കൃതികളിൽ എങ്ങനെയാണ് മറ്റു മതങ്ങളെ ചേർത്തു പിടിക്കുന്നത് എന്ന് അതിനൊരു പശ്ചാത്തലമുണ്ട്, നമുക്കറിയാം. ആ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ തുടർച്ചയായിട്ട് ഇവിടെ ഉണ്ടായി വന്ന ഒരു ഉണർവ് ജാതിക്കും മതവിദ്വേഷത്തിനും ഒക്കെ എതിരായിട്ട് അല്ലേ ഉയർന്നു വന്ന ഒരു ഉണർവ് നമ്മളെ പുതിയ മനുഷ്യരാക്കാൻ, ഒരു നവലോകം സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ആ വെമ്പലിൽ ഉണ്ടായിരുന്ന ഒരു അന്തരീക്ഷത്തെ പാടെ തേച്ചുമാച്ച് കളഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നിലേക്ക് സഞ്ചരിച്ചെത്തിയിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മൾ ഒരു എന്താ പറയുക, ഏകശിലാരൂപത്തിലുള്ള ഒരു രാജ്യമായിട്ട് മാറാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന എല്ലാവർക്കും ജാതി മത വർഗ ലിംഗ വ്യത്യാസം ഇല്ലാതെ തുല്യമായ നീതിയിൽ അധിഷ്ഠിതമായിട്ട്, തുല്യമായ അവകാശാധികാരത്തോടെ, തുല്യമായ രാഷ്ട്രീയ അധികാരത്തോടെ, തുല്യമായ സാമൂഹ്യ അധികാരത്തോടെ ജീവിക്കാനുള്ള നമ്മുടെ കഴിവിനെ ചോദ്യം ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് എം.ടി. വാസുദേവൻ നായരെയും അതിനു മുമ്പ് എഴുതിയ പൂർവ്വസൂരികളെയും നമ്മൾ വായിക്കുക. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഇസ്ലാമിലെ വന്മല എന്ന് പറയുന്ന കവിത, അത് ഞാൻ എം.ടിയെ പറ്റി പറയുന്ന എല്ലായിടത്തും അത് ഉദ്ധരിക്കുന്ന ഒന്നാണ്. ഇസ്ലാമിലെ വന്മല ഒരു 3 വർഷം മുമ്പ് മലപ്പുറത്ത് വെച്ചിട്ട് ഇടശ്ശേരിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നപ്പോൾ എം.ടി. വാസുദേവൻ നായരോടൊപ്പം ആ വേദിയിൽ എനിക്ക് ഉണ്ടാവാനുള്ള ഭാഗ്യമുണ്ടായി. ഇടശ്ശേരിയെ പറ്റി സംസാരിച്ചപ്പോൾ എം.ടി അന്ന് ഉദ്ധരിച്ചത് ഇസ്ലാമിലെ വന്മല എന്ന് പറയുന്ന കവിത ആയിരുന്നു. ഇവിടെയുള്ളവർ അത് വായിച്ചിട്ടുണ്ടാവും. എങ്കിൽ പോലും എന്താണ് എം.ടി ഉദ്ദേശിച്ചതെന്ന് പറയുന്നതിന് വേണ്ടി അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അലവി എന്ന് പറയുന്നൊരു കുട്ടിയും 100% ഞാനൊരു ആര്യൻ കൂറും കുടുമയുമുള്ള ഹിന്ദു ആയ ഒരു സവർണ ഹിന്ദു ബാലനും സ്കൂളിൽ ഒന്നിച്ച് പഠിക്കുകയാണ്. 100% ഞാനൊരു ആര്യൻ കൂറും കുടുമയുമുള്ള ഹിന്ദു, ഇവരെന്നെ വിളിക്കുന്നത് കാഫിർ എന്നെ വിളിക്കുന്ന, കാഫിർ എന്ന് വിളിക്കുന്ന അലവി, കാഫിർ എന്ന് വിളിക്കുന്ന ഹിന്ദു. ഈ ഹിന്ദുവിനെ തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, മുസ്ലിമുകളുമായി ബന്ധം പുലർത്തിക്കൂടാ, അവരുടെ കടയിൽ പോയിക്കൂടാ, അവിടുന്ന് ചായ കഴിച്ചുകൂടാ എന്നൊക്കെ പറയുന്നൊരു വിവേചനം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അലവിയും ഈ സവർണ സുഹൃത്തും ഒന്നിച്ച് പഠിക്കുന്ന ഈ 2 കുട്ടികൾ സ്കൂൾ വിട്ടാൽ ഈ സവർണൻ എന്ന് പറയുന്ന ആ കുട്ടിക്കുള്ളത് ദാരിദ്ര്യം ആണ്. അവന് ഭക്ഷണമില്ല. അവന് ഭക്ഷണം കഴിക്കാൻ അവൻ്റെ വീട്ടിലെ സാധ്യതയും വളരെ കുറവാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഒരു തുണ്ട് പാട്ടത്തിന് കൃഷി കിട്ടിയ ഒരു അനുഭവം. അത് സാഹിത്യത്തെ സംബന്ധിച്ചാണെങ്കിൽ ജീവിതത്തിലും അത് തന്നെ ആയിരുന്നു. ഏറ്റവും ദരിദ്രമായൊരു ബാല്യം, ഇരുണ്ട ബാല്യം, ദുഃഖകരമായൊരു ബാല്യം, അപമാനഭരിതമായ ബാല്യം. ഈ കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോൾ അലവിയുടെ അച്ഛൻ ചായക്കട നടത്തുന്നുണ്ട്. 4 മണിക്ക് സ്കൂൾ വിട്ട് വന്നാൽ അലവി നേരെ ചായക്കടയിലേക്ക് ഓടും. അച്ഛൻ അവിടെ പലഹാരം ചായയും ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഉമ്മർത്തങ്ങനെ പഴക്കൊലകൾ തൂക്കിയിട്ടിട്ടുണ്ടാവും. ഇതിൽ നിന്ന് 2-3 പഴം, അവൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ അലവി എന്ന് പറയുന്ന കുട്ടി 2-3 പഴം അച്ഛൻ അവൻ്റെ വാപ്പ അറിയാതെ കട്ടെടുത്തിട്ട് ഈ കുപ്പായത്തിനുള്ളിൽ തിരുകും. അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കാത്തു നിൽക്കുന്ന തൻ്റെ സവർണ സുഹൃത്തിൻ്റെ വിശപ്പ് അറിയാവുന്ന ഒരു കുട്ടി അത് കൊണ്ടുപോയി കൊടുക്കും. ഒരു ദിവസം അവൻ്റെ വാപ്പ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഇവനെ അടിക്കുമ്പോൾ ഈ മിഥ്യാഭിമാനിയായ, ജാത്യഭിമാനിയായ, തറവാടിയായിട്ടുള്ള ഈ പയ്യൻ നിന്ന് വിറയ്ക്കുകയാണ്. അവൻ്റെ പേരെങ്ങാനും പറഞ്ഞാൽ, ഈ കുട്ടിയുടെ പേരെങ്ങാനും അലവി പറഞ്ഞാൽ ഇടിഞ്ഞു തകർന്ന് വീഴാൻ പോകുന്ന തൻ്റെ കുടുംബത്തിൻ്റെ മഹിമയും തൻ്റെ അന്തസ്സും തൻ്റെ സവർണതയും ഒക്കെ ഈ നിമിഷം ഇപ്പോൾ പൊളിഞ്ഞ് പാളീസായി പോകും എന്ന് പറയുന്ന ആ വിറയലായിരുന്നു അത്.
പക്ഷേ ആ മുസ്ലിം ബാലൻ ആ തല്ല് മുഴുവൻ കൊണ്ടിട്ടും ഇയാളെപ്പറ്റി ഒരു സൂചന പോലും കൊടുത്തില്ല. അവൻ്റെ പേര് പറഞ്ഞില്ല, അവന് വേണ്ടിയാണ് പഴം കട്ടത് എന്ന് പറഞ്ഞില്ല. ആ പറയാതിരുന്ന ആ ബാലനെ കുറിച്ചിട്ട് പറയുന്ന 2 വരികൾ MT വാസുദേവൻ നായർ അന്ന് അവിടെ ഉദ്ധരിച്ചിരുന്നു. മാപ്പിളെ നീയൻ അലവിയെങ്കിൽ തോളിൽ കൈയിട്ട് നടന്നുകൊള്ളൂ, കാഫിർ എന്നെ വിളിച്ചുകൊള്ളൂ എന്ന് സവർണനായിട്ടുള്ള ഈ നായരുട്ടി അലവിയോട് പറയുന്നിടത്ത് ഒരു മത മൈത്രിയുടെ കൈക്കോർക്കലുകളുടെ ഏറ്റവും നിഷ്കളങ്കമായ ഒരടിത്തറ കിടക്കുന്നുണ്ട്. ആ അടിത്തറ MT വാസുദേവൻ നായർ രൂപപ്പെടുത്തിയതല്ല. നിരവധി കാലങ്ങൾക്ക് മുമ്പ് നവോത്ഥാന കാല സമരങ്ങളിലൂടെ നാം ഉരുത്തിരിച്ചെടുത്ത ജാതി മത വിവേചനമില്ലാത്ത ഒരു പുതിയ ലോകത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്ന ലക്ഷ്യത്തിൽ ഉണ്ടായി വന്ന ഒന്നാണ്. അപ്പോൾ മാപ്പിളെ നീയൻ അലവിയെങ്കിൽ തോളിൽ കൈയിട്ട് നടന്നുകൊള്ളൂ എന്ന് പറയുന്ന ആ തോളിൽ കൈയിട്ട് നടക്കൽ ഇന്ന് എത്രമാത്രം അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്നു, സ്വയം പോവുകയല്ല, എത്രമാത്രം അകറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഇന്ന് ഉണ്ട്. മാപ്പിളയ്ക്ക് തോളിൽ കൈയിടാൻ പറ്റില്ല എന്ന് മാത്രമല്ല, രാജ്യത്തിൻ്റെ അധികാരത്തിൽ നിന്ന്, ഭരണഘടനയുടെ അധികാരത്തിൽ നിന്ന്, അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള നിലനിൽക്കാനുള്ള അവകാശങ്ങളിൽ നിന്ന് മാപ്പിളയെ അല്ലെങ്കിൽ മറ്റ് ന്യൂനപക്ഷ അകറ്റുന്ന തരത്തിലുള്ളൊരു വീക്ഷണത്തിലേക്ക് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ MT വാസുദേവൻ നായരുടെ മൊത്തം കൃതികൾ എടുത്തിട്ട് അതിലെ മതമൈത്രി പരിശോധിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ കാര്യകാരണങ്ങൾ അടക്കം അതിൻ്റെ ആ കാലഘട്ടത്തിലെ സവിശേഷത അടക്കം ചരിത്രപരമായ തുടർച്ച അടക്കം MT വാസുദേവൻ നായരുടെ കൃതികളിൽ വലിയ ഒരു പഠനത്തിൻ്റെ സാധ്യതയുള്ള അല്ലെങ്കിൽ പലരും പഠിച്ചിട്ടുള്ള ഒരു കാര്യം ആണ്. മതസൗഹാർദ്ദത്തെക്കുറിച്ചിട്ട്, മതസൗഹാർദ്ദം എന്ന് പറയുന്ന വാക്കല്ല ശരിക്കും അവിടെ മതമൈത്രി തന്നെയാണ്. നീ അന്യനല്ല, അതുകൊണ്ടാണല്ലോ തോളിൽ കൈയിട്ട് നടക്കൂ എന്ന് പറയുന്നത്. എൻ്റെ തോളിൽ കൈയിട്ടോളൂ എന്ന് പറയുമ്പോൾ അതിലൊരു ഒരു സവർണ സ്വരം ഉണ്ടെങ്കിൽ കൂടി തോളിൽ കൈയിട്ട് നടക്കുന്ന ആ ഇസ്ലാം കുട്ടിയും മുസ്ലിം കുട്ടിയും അതുപോലെ തന്നെ നായർ കുട്ടിയും തമ്മിലുള്ള ആ ഒരു ജീവിതത്തിൻ്റെ ജീവിത പാഠം, ആ ജീവിത പാഠത്തെ തച്ചുടച്ച് കളഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും അസുരവിത്തിലേക്കും കൂടി നമുക്കൊന്ന് എത്തി നോക്കാം. അസുരവിത്തിലെ കുഞ്ഞരക്കാർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഈ കുഞ്ഞരക്കാറാണ് എല്ലാവരും പുറത്താക്കിയിട്ടുള്ള ഗോവിന്ദൻകുട്ടിയെ സ്വീകരിക്കുന്നത്. ഗോവിന്ദൻകുട്ടി കുഞ്ഞരക്കാരുടെ വീട്ടിൽ എത്തുന്നത് തകർന്ന് തരിപ്പണമായ, ഏറ്റവും ആട്ടി ഓടിക്കപ്പെട്ട, ലോകം മുഴുവനും തൻ്റെ പെറ്റ തള്ളയും ഒക്കെ തമ്മാടി എന്ന് വിശേഷിപ്പിച്ച, തൻ്റെ കുലം നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടായവനെന്ന് പറയുന്ന ഒരു ആക്ഷേപം കേട്ടിട്ട് വരുന്ന ഒരു മനുഷ്യനാണ്. കുഞ്ഞരക്കാർ അയാളെ വീട്ടിൽ സ്വീകരിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, കിടക്കാൻ ഒരിടം കൊടുക്കുന്നു, സംരക്ഷിക്കുന്നു. ഈ സംരക്ഷിച്ച മനുഷ്യൻ പുറത്തു പോയിട്ട് നിലനിൽക്കാൻ വേണ്ടി മതം മാറുകയാണ്. ഹിന്ദുവിൽ നിന്ന് മതപരിവർത്തനം ചെയ്ത് മുസ്ലിമായിട്ട് അയാൾ തിരിച്ചു വരുമ്പോൾ കുഞ്ഞരക്കാർ ഗോവിന്ദൻകുട്ടിയെ ഇറക്കി വിടുന്നുണ്ട്. പൊയ്ക്കോ നീ ഇവിടുന്ന് എന്ന് പറഞ്ഞു. കാരണം ഇങ്ങനെ മതം മാറാൻ വേണ്ടിയല്ല ഞാൻ നിന്നെ ഇവിടെ കയറ്റി താമസിപ്പിച്ചതും നിനക്ക് സംരക്ഷണം തന്നതും നിന്നോട് സൗഹൃദത്തിലായതും നിന്നെ കൊണ്ടു നടന്നതും ഇങ്ങനെ മതം മാറാൻ വേണ്ടിയിട്ടായിരുന്നില്ല. നീ നിൻ്റെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിൻ്റെ മതത്തിൽ നിലനിന്നുകൊണ്ട് കൂടുതൽ നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ് ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്യാത്തത് കൊണ്ട് നിനക്ക് ഇനി ഇവിടെ സ്ഥലം ഇല്ല, ഇടമില്ല, ഇറങ്ങിപ്പോയിക്കൊള്ളാൻ പറഞ്ഞു. ഈ ഒരു മുസ്ലിം അയാളെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? കുഞ്ഞരക്കാർ എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് എങ്ങനെയാണ്? അന്യമതത്തെ ബഹുമാനിക്കാൻ കെൽപ്പുള്ള അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന, എൻ്റെ മതം എന്നതുപോലെ, എൻ്റെ വിശ്വാസം എന്നതുപോലെ, എൻ്റെ ദൈവം എന്നതുപോലെ മറ്റൊരാൾക്കും അവൻ്റെ ദൈവവും അവൻ്റെ മതവും അവൻ്റെ വിശ്വാസവും പുലർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാവിധത്തിലുള്ള അവകാശ അധികാരങ്ങളും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കഥാകൃത്തിൽ നിന്നും മാത്രമേ ഒരുപക്ഷെ ഗോവിന്ദൻകുട്ടിയെ പോലെയും കുഞ്ഞരക്കാരെ പോലെയുള്ള കഥാപാത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. ഇത് ചുരുക്കി പറയാം. ഇതിന് സമാനമായ മറ്റൊന്നാണ് വെളിച്ചപ്പാടിൻ്റെ കഥ. നമുക്കറിയാം, അന്ന് നിർമാല്യത്തിലെ വെളിച്ചപ്പാട് അല്ലെങ്കിൽ പകൽക്കിനാവും അല്ലേ, പാതിരാവും പകൽക്കിനാവും എന്ന് പറയുന്ന ചെറുകഥയിലെ വെളിച്ചപ്പാട്, പള്ളിവാളും കാൽച്ചിലമ്പും പള്ളിവാളും കാൽച്ചിലമ്പും എന്ന് പറയുന്ന ചെറുകഥയിലെ വെളിച്ചപ്പാട് സവർണനാണ്. പക്ഷേ വെളിച്ചപ്പാട് പരമദരിദ്രനാണ്. വെളിച്ചപ്പാടിൻ്റെ പരമദാരിദ്ര്യം അയാളെ അപമാനിതനാക്കുന്നുണ്ട്. അയാളുടെ ഭാര്യ, അയാളുടെ മകൾ, അയാളുടെ കുടുംബം, ഒരു പിടി നെല്ല്
വീടുകളിൽ ഇരന്ന് നടന്നാൽ കിട്ടിയാലായി ഉണ്ടാലായി എന്ന് പറയുന്ന ഏറ്റവും വലിയ പട്ടിണിയുടെ അവസ്ഥ. ഈ പട്ടിണിയുടെ മൂർധന്യത്തിലേക്ക് ആണ് വെളിച്ചപ്പാടിൻ്റെ നടന്നുകയറ്റം. പട്ടിണിയോടൊപ്പം കടന്നു വരുന്ന ഒന്നാണ് അപമാനവും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഒക്കെ തന്നെ. ഇതിൽ പൊറുതിമുട്ടിയ നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ ഒരു പ്രതികരണം ആണ് നമ്മൾ ആ കണ്ട ഇന്ന് വിവാദമായിട്ടുള്ള ഇന്ന് പറ്റുമോ എന്നൊക്കെ ഭയങ്കര അതിശയത്തോടു കൂടി ചോദിക്കുന്ന, പിന്നെ ഭഗവതിയുടെ മുഖത്തേക്ക് തുപ്പി എന്നൊക്കെ പറയുന്ന സംഗതി. ഇന്ന് പറ്റുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എന്താ പറ്റാത്തേ? എന്താ നമുക്ക് പറ്റാത്തത്? നമ്മൾ മാറിപ്പോയി. നമ്മുടെ മനസ്സിൽ നിന്ന് ഇവരെ പോലെയുള്ളവർ സൃഷ്ടിച്ച് തന്ന മതവിരോധമില്ലാത്ത ഒരു സമൂഹത്തിലേക്കുള്ള ചൂണ്ടുപലകകൾ നമ്മൾ തച്ചൊടച്ചു. നമുക്ക് പോകാൻ വേറെ ആരോ ചൂണ്ടിക്കാട്ടിത്തന്ന വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും പകയുടെയും ഒരു ലോകമുണ്ട്, ഒരു പാതയുണ്ട്. ആ പാതയിലേക്കാണ് നമ്മുടെ നടത്തം. അതിലേക്ക് നടക്കാൻ നമുക്കൊരു കൂസലുമില്ല. നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് നവോത്ഥാന കാലത്തിൻ്റെ മൂല്യങ്ങളും അത് സൃഷ്ടിച്ച ഒരു സാംസ്കാരിക അന്തരീക്ഷവും അതിൻ്റെ മൂല്യവത്തായ ജീവിതവും ഇല്ലാതാക്കിയതിൽ നമുക്ക് ഓരോരുത്തർക്കും വലിയ പങ്കുണ്ട്, തീർച്ച. അപ്പോൾ വെളിച്ചപ്പാടിന് അന്ന് പറ്റിയത് ഇന്ന് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു സാമൂഹ്യ പുരോഗതിയുടെ ലക്ഷണമേ അല്ല. അതൊരു സാമൂഹ്യ പുരോഗതിയല്ല, പുരോഗമനപരമായ ജീവിതം അല്ല, ജനാധിപത്യപരമായ ജീവിതമല്ല, മതമൈത്രിയുടെ ജീവിതവുമല്ല ഇന്ന് പറ്റുന്നില്ല എന്ന് പറയുന്നത്. അന്ന് പറ്റിയത്, അന്നും ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു, അന്നും ബ്രാഹ്മണരുണ്ടായിരുന്നു ഇവിടെ, അന്നും സവർണരായിട്ടുള്ള മനുഷ്യരുണ്ടായിരുന്നു ഇവിടെ. അവരൊക്കെയും അതിനെ സ്വീകരിച്ചത് ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും അപമാനത്തിൻ്റെയും മൂർധന്യത്തിൽ ഒരു മനുഷ്യൻ്റെ പ്രതികരണമാണ്. അതൊരു നായരുടെ പ്രതികരണമല്ല, ഒരു മുസ്ലിമിൻ്റെ പ്രതികരണമല്ല, അല്ലെങ്കിൽ മറ്റാരുടെയും പ്രതികരണമല്ല. ഒരു മനുഷ്യൻ്റെ, നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ പ്രതികരണമാണത്. ദൈവമാണ് എല്ലാത്തിനും കാരണമെങ്കിൽ ഈ ദൈവം എന്നോട് എന്താണ് ഈ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു ചോദ്യം ആണ് അവിടെ ചോദിക്കുന്നത്. കഥയിൽ അത് നിൽക്കുന്നില്ല. ഒരു നല്ല നടൻ ആയതുകൊണ്ട് മാത്രമാണ് PJ ആൻ്റണിയെ ആ കഥാപാത്രമാക്കിയത് എന്ന് നമുക്ക് പറയാം. പക്ഷെ അവിടെയും ഒരൊറച്ച തീരുമാനമുണ്ട്. PJ ആൻ്റണി എന്ന് പറയുന്ന വേറൊരു മതത്തിൽപ്പെട്ട ഒരു നടനെ കൊണ്ടാണ് ഇത് അഭിനയിപ്പിക്കുന്നത്. MT വാസുദേവൻ നായർ എന്ന് പറയുന്ന ഗുരു. അദ്ദേഹം കാണാത്ത സാമൂഹ്യ മാറ്റത്തിൻ്റെ സ്വപ്നമൊന്നും ഇപ്പം അദ്ദേഹത്തെ വിമർശിക്കുന്ന ഈ മനുഷ്യരെ കാണുന്നില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ അയലത്ത് പോലും എത്താനുള്ള മനക്കെട്ടി ഇന്ന് ഉള്ള കപടമായ നമ്മുടെ നിലപാടുകൾക്ക് ഇല്ല എന്ന് മാത്രം ഞാൻ പറഞ്ഞു വയ്ക്കുന്നു. അദ്ദേഹം അധികം ശബ്ദമുണ്ടാക്കാത്തൊരു മനുഷ്യനാണ് MT വാസുദേവൻ നായർ എന്ന് നമുക്കറിയാം. ഞാനൊക്കെ ഇങ്ങനെ വിചാരിക്കേണ്ടത് ഈ സംഭവത്തിൽ MT വാസുദേവൻ നായർ ഒന്ന് പ്രതികരിച്ചെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും അദ്ദേഹത്തോട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹം വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ നടത്തിയിട്ടുള്ള സാമൂഹ്യ ഇടപെടലുകൾ ഉണ്ടാക്കിയിട്ടുള്ള വലിയ മാറ്റം, ശ്രദ്ധേയം എന്ന് പറയുന്ന വാക്ക് അതിശ്രദ്ധേയമായിക്കൊണ്ട് അദ്ദേഹത്തിന് സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടി ഇടപെടലുകൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, മാറാട് കലാപം ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പം ആ പ്രദേശത്തേക്ക് പോകാനും അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് പിന്നാലെ സഞ്ചരിക്കാനും ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. മാറാട് കലാപത്തിൽ, അതുപോലെ തന്നെ മുത്തങ്ങയിലെ ആദിവാസികൾ വെടിവെച്ച് വീഴ്ത്തപ്പെട്ടപ്പോൾ സാഹിത്യകൃതികളിലൊക്കെ ഇത് ഞാൻ എൻ്റെ ഒരു കുഞ്ഞു കാര്യം കൂടി ഇതിൽ സൂചിപ്പിക്കണം, വിഷമമുണ്ടെങ്കിലും. അലാഖയുടെ പെൺമക്കൾ എന്ന് പറയുന്ന നോവലിന് കിട്ടിയ അവാർഡ് ഞാൻ തിരിച്ചു കൊടുത്തത് മുത്തങ്ങയിൽ ആദിവാസികൾക്ക് നേരെ വെടിവെപ്പുണ്ടായ സന്ദർഭത്തിലാണ്. അതിനൊരു കാരണമുണ്ട്. അലാഖയുടെ പെൺമക്കൾ എന്ന് പറയുന്ന നോവൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ജനതയെക്കുറിച്ച് എഴുതിയിട്ടുള്ളൊരു നോവലാണ്. അത് നോവലിലാവുമ്പോൾ നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നു, അത് ജീവിതത്തിലാവുമ്പോൾ നിങ്ങൾ അതിലെ കഥാപാത്രങ്ങളെ വെടിവെച്ച് വീഴ്ത്തുന്നു. മുത്തങ്ങയിലെ ആദിവാസികൾ അവർക്ക് ഭൂമി ചോദിച്ച് സമരം ചെയ്തപ്പോൾ അവരെ വെടിവെച്ച് വീഴ്ത്തുന്ന തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ നിങ്ങൾക്ക് എന്താണ് ആദിവാസികളോട്, ഗോത്രവിഭാഗങ്ങളോട്, മാർജിനലൈസ്ഡ് മനുഷ്യരോടുള്ള നിലപാട് എന്നാണ് സൂചിപ്പിക്കുന്നത്. MT വാസുദേവൻ നായരെ പോലെ ഒരു എഴുത്തുകാരൻ നിങ്ങൾ വെടിവെച്ചിട്ട ആ മനുഷ്യരെ കാണാൻ, അവിടെ അലറി വിളിക്കുന്ന കുഞ്ഞുങ്ങളെ കാണാൻ, നിഷ്കളങ്കരായ കാടൻ മനുഷ്യരെ കാണാൻ ഓടിച്ചെല്ലുന്നു. അപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ പോകാനുള്ള ഭാഗ്യം ഉണ്ടായ ഒരാളാണ് ഞാൻ. പ്ലാച്ചിമട സമരത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ജലം ഊറ്റിയെടുത്തുകൊണ്ട് ഒരു ജനതയെ മുഴുവൻ കഞ്ഞി വയ്ക്കുമ്പോൾ ചോറ് വേവുന്നില്ല, അരി തിളയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെയും അരിയുടെയും നിറം മാറിപ്പോകുന്നു, ഇതെന്ത് എന്ന അത്ഭുതം കൊണ്ട് പരിഭ്രമിച്ച് നിലവിളിച്ച കുറേ ആളുകൾ
ഇതിൻ്റെ കാരണം കണ്ടെത്തുകയാണ്. അങ്ങനെ കാരണം കണ്ടെത്തിയപ്പോഴാണ് മൈലമ്മയുടെ നേതൃത്വത്തിൽ പ്ലാച്ചിമട കൊക്കോകോള കമ്പനിക്കെതിരായിട്ടുള്ള മഹാസമരം ആരംഭിക്കുന്നത്. ആ സമരത്തിലെ നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ട് MT വാസുദേവൻ നായർ എത്തുകയുണ്ടായി. ഇന്ന് നമുക്കറിയാം അവിടെ ബീവറേജസ് തുടങ്ങാൻ പോവാണ്. നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം. അതേ സ്ഥലത്ത് ജലചൂഷണം ഉണ്ടാവില്ല എന്ന് ഗവൺമെൻറ് ഉറപ്പ് തന്നിട്ടുണ്ട്. ആ ഉറപ്പ് പരിപാലിക്കപ്പെടട്ടെ. മൈലമ്മയുടെ അരി തിളച്ച് തന്നെ വേവട്ടെ, നല്ലതായിട്ട് വേവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുക മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. നമുക്കറിയാം നിലപാടുകളുടെ മഹാനായ ഒരു എന്താ പറയുക ചക്രവർത്തി എന്നൊക്കെയാണ് സത്യത്തിൽ MT വാസുദേവൻ നായരെ നമ്മൾ വിലയിരുത്തേണ്ടത്. അദ്ദേഹം 2 തവണ പ്രസിഡൻ്റായിരുന്ന സാഹിത്യ അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഈ 2 തവണയിലെ ആദ്യത്തെ തവണ ഞാൻ ഓർക്കുന്നു. ആദ്യത്തെ തവണ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ആദ്യമായിട്ട് MT വാസുദേവൻ നായർ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. അതിലെ കമ്മിറ്റിയിലാണ് ഞാൻ ഉണ്ടായിരുന്നു. വൈശാമാഷ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് പേര് ഇനി ഓർക്കുന്നുണ്ട്. ആ കമ്മിറ്റിയിലെ അദ്ദേഹം ആദ്യം പറഞ്ഞ സംഗതി എന്ന് പറയുന്നത്, ആദ്യത്തെ കമ്മിറ്റിയിൽ പറഞ്ഞത്, ഇവിടെ അവാർഡ് നിർണയത്തിൽ ഒരുപാട് അനാവശ്യമായ ഇടപെടലുകളും അതുപോലെ തന്നെ ശരിയല്ലാത്ത ധാർമ്മികമല്ലാത്ത നടപടികളും ഉണ്ട്. അത് മുഴുവൻ നീതിയുക്തം പരിഷ്കരിക്കുക, അല്ലെങ്കിൽ മാറ്റി തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ദൗത്യം. കൃത്യമായി അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് അവാർഡുകളെ എത്തിക്കുക വഴി അവാർഡുകളുടെ ഏറ്റ മങ്ങൽ നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട്. സാഹിത്യ അക്കാദമിയുടെ അവാർഡിൻ്റെ തിളക്കം എന്ന് പറയുന്നത് അതിൻ്റെ സത്യസന്ധത ആയിരിക്കണം. അതിൻ്റെ കൂറും മറ്റൊക്കെ ഒന്നും നോക്കിയിട്ടുള്ള, അല്ലെങ്കിൽ നിൻ്റെ നോക്കിയിട്ടുള്ള ഇടപെടലുകൾ ആവരുത്. MT വാസുദേവൻ നായർ ആയിരുന്ന 6 കൊല്ലവും ഒരൊറ്റ തരത്തിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ അവരുടെ അംഗങ്ങൾക്കോ സാഹിത്യ അക്കാദമി എഴുത്തുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടെങ്കിൽ വരിക. നിങ്ങൾക്ക് എഴുത്തുമായി ബന്ധമില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം നോക്കിക്കോളുക. ഇത് സാഹിത്യത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ആധികാരികമായ അറിവുള്ള ആളുകൾ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞുകൊണ്ടൊരു നിലപാടെടുത്ത ആളാണ് MT വാസുദേവൻ നായർ. എനിക്കറിയാം തീർച്ചയായിട്ടും തുഞ്ചൻ പറമ്പ്, നമ്മളിവിടെ നിൽക്കുന്ന ഈ തുഞ്ചൻ പറമ്പ് വളരെ ദീർഘവീക്ഷണത്തോട് അദ്ദേഹം എന്തിനാണ് തുഞ്ചൻ പറമ്പ് പോലെയുള്ളൊരു സാംസ്കാരിക സ്ഥാപനം ഉണ്ടാക്കിയത്? എനിക്കൊക്കെ ഓർമ്മയുണ്ട്, തുടക്കത്തിൽ ഇതിനെപ്പറ്റി വന്ന ആരോപണം, വമ്പന്മാരുടെ ഭാഗത്തു നിന്ന് തന്നെ വന്ന ആരോപണം, ഇത് ഒഴിഞ്ഞിരുന്ന് മദ്യപിക്കാനുള്ള സ്ഥലമാണ്, ഇത് അങ്ങനെയുള്ള ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വില കുറഞ്ഞ അവനവൻ്റെ തന്നെ സംസ്കാരത്തെ ഇടിച്ചു താഴ്ത്തുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ സമൂഹത്തിൽ ഉയർന്നു വന്നു. MT വാസുദേവൻ നായർ ഒരക്ഷരം അതിനെ പറ്റിയിട്ട് മിണ്ടിയിട്ടില്ല. അദ്ദേഹം അതിനൊന്നും പ്രതികരിക്കാൻ പോയില്ല. കാരണം തനിക്കൊരു ലക്ഷ്യവും ആ ലക്ഷ്യത്തിലേക്ക് കൃത്യമായ മാർഗവും ഉറപ്പുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഏത് കഠിന പ്രയത്നവും ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തിൽ സത്യസന്ധതയിൽ കുറഞ്ഞ യാതൊന്നിനും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തുഞ്ചൻ പറമ്പ് എന്തിന് എന്ന ചോദ്യത്തിൻ്റെ മഹത്തായ ഉത്തരം അത് മലയാള ഭാഷയും മലയാള സാഹിത്യവും നിലനിർത്തുന്നതിന് അല്ലെങ്കിൽ തലമുറകൾക്ക് പരിചയപ്പെടുത്തുന്നതിന് തലമുറകൾക്ക് വേണ്ടി ദീർഘവീക്ഷണത്തോടുകൂടി നിർമ്മിച്ചിട്ടുള്ള ഒരു സാംസ്കാരിക സ്ഥാപനം ആകുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള ഭാഷകൾ ഇങ്ങോട്ട് പ്രവഹിക്കുന്നു. ആഗോളവൽക്കരണത്തിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും വ്യാകുലതയോടുകൂടി ചർച്ച ചെയ്ത ഒരു കാര്യം ഭാഷകൾ മരിക്കുന്നു എന്നുള്ളതായിരുന്നു. ഭാഷകൾ, പ്രത്യേകിച്ച് ചെറുഭാഷകൾ മരിക്കുന്നു. പ്രമാണിയായ ഭാഷയുടെ കയറി വരവിൽ, പ്രമാണിയായൊരു ഭാഷയുടെ ഒരു അധികാരത്തിൻ്റെ കീഴിൽ ചെറുഭാഷകൾ ഇല്ലാതെയാകുന്നു. ഒരു ഭാഷ ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ ഒരു ജനത ഇല്ലാതാവുക എന്നാണ് അർത്ഥം. ആ ജനത ജീവിച്ചിരുന്ന ജീവിതം, അവരുടെ സംസ്കാരം, അവരുടെ നീതിബോധങ്ങൾ, ധാർമ്മിക ബോധങ്ങൾ, അവർ ബന്ധങ്ങളിൽ നിലനിർത്തിയിരുന്നത്, അവരുടെ പ്രകൃതി പോലും ഹനിക്കപ്പെടുക, ഇല്ലാതെയാവുക എന്നാണ് അവരുടെ ഭാഷ നശിക്കുമ്പോൾ വരുന്ന അർത്ഥം. അവരുടെ ജീവിതത്തിലേക്ക് ആരോ ഇടിച്ച് കയറിയിരിക്കുന്നു. അവരുടെ സംസ്കാരം അവരുടെ ജീവിതത്തിൽ സ്ഥാപിതമായിരിക്കുന്നു. അവരുടെ ജീവിതത്തെ സൂചിപ്പിക്കാനുള്ള ഭാഷ അവർക്ക് കൈമോശം വന്നിരിക്കുന്നു. ഇപ്പോൾ പുതിയ അധിനിവേശത്തിൻ്റെ ജീവിതം അവർ ജീവിക്കുന്നു. അവർ പുതിയ ഭാഷ പ്രയോഗിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഭാഷകൾ മരിക്കുന്നു എന്നുള്ളത് വളരെ വേവലാതിയോടുകൂടി MT എല്ലാ കാലത്തും സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ചെറുഭാഷകൾ ലോകത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു.
ആഗോളവൽക്കരണത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു പ്രമാണി ഭാഷയായിട്ട് ഇംഗ്ലീഷ് വന്നു എങ്കിലും അത് ഒരു പ്രായോഗിക തലത്തിലാണ് ആ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രസക്തിയും പ്രാധാന്യവും നിലനിന്നിരുന്നത്. ലിറ്ററേച്ചറിലെ ഒരു വലിയ യുദ്ധം നടക്കുന്നു. എൻ്റെ ഭാഷ മുഖ്യധാരയിൽ ഞാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ഡയലക്റ്റുകൾ, അനേകം പ്രാദേശികങ്ങൾ, ആ പ്രാദേശിക ജീവിതത്തെയും ആവാഹിച്ചുകൊണ്ട് മുഖ്യധാരയിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ അപ്പോൾ ആ കാലഘട്ടത്തിൽ കണ്ടത്. ലാറ്റിൻ അമേരിക്കൻ കൃതികളായാലും ഒരുപാട് സാഹിത്യ സൃഷ്ടികൾ അങ്ങനെ തങ്ങളുടെ ഭാഷയും വഹിച്ചുകൊണ്ടാണ്, തങ്ങളുടെ ഡയലക്റ്റും വഹിച്ചുകൊണ്ടാണ് മുഖ്യധാരയിലേക്ക് കടന്നു വന്നത്. അതിനാൽ മലയാളം മരിക്കരുത്. വലിയ ചർച്ചയായിരുന്നു, മലയാളം മരിക്കുമോ എന്നുള്ള ചർച്ചയൊക്കെ നമ്മൾ കുറേ നടത്തിയിട്ടുണ്ട്. മലയാളം മരിക്കില്ല, ഒരു അവസാനത്തെ മലയാളി ഉള്ളിടത്തോളം മലയാളം മരിക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇതുപോലെ ഒരു സാംസ്കാരിക സ്ഥാപനം തലമുറകൾക്ക് വേണ്ടി MT വാസുദേവൻ നായർ വിഭാവന ചെയ്തത്, അതിനുവേണ്ടി പ്രയത്നിച്ചത്. ഒന്നുകൂടി ഇതെങ്ങനെയുള്ള സ്ഥാപനം ആയിരിക്കണം? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജാതി, മത, വർഗ, ലിംഗ വ്യത്യാസം ഇല്ലാതെ ഓരോ മലയാളിക്കും അവകാശപ്പെട്ട ഒരിടം, ഓരോ മലയാളിക്കും വരാനും ഇവിടെ പങ്കെടുക്കാനും തുഞ്ചത്ത് ആചാര്യൻ്റെ അടുത്തെത്താനും ഭാഷയെ രൂപപ്പെടുത്തിയ ആ മഹൽ പാദങ്ങളിൽ തങ്ങളുടെ കൃതികൾ സമർപ്പിക്കാനും തങ്ങളുടെ കഴിവുകൾ ആവിഷ്കരിക്കാനും തങ്ങളുടെ പുസ്തകങ്ങൾ സമർപ്പിക്കാനും ഒക്കെ ആയിട്ട് എല്ലാവർക്കും തുല്യ അധികാരത്തോടുകൂടി എത്താവുന്ന ഒരിടം, അതാണ് അദ്ദേഹം സ്വപ്നം കണ്ട തുഞ്ചൻപറമ്പ് എന്ന് പറയുന്ന ജനാധിപത്യ ഇടം. അദ്ദേഹം പോയിക്കഴിഞ്ഞ് ഈ ജനാധിപത്യ ഇടം അതേപടി നിലനിർത്താൻ പുതിയ സാരഥികൾക്ക് കഴിയട്ടെ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആശംസ. തീർച്ചയായിട്ടും മരണാനന്തരം തന്നെ എവിടെയും കൊണ്ടുപോകണ്ട എന്ന് MT പറഞ്ഞതും കൂടി നമ്മൾ ഓർക്കുക. അദ്ദേഹത്തിൻ്റെ നിലപാടിൻ്റെ ഭാഗമാണ് അത്. നമുക്കൊക്കെ വളരെ സുപരിചിതമായ ഒരു മിക്കവാറും തുരുമ്പിൻ്റെ നിറമുള്ള ഒരു ഗ്രില്ല്, ആ ഗ്രില്ലിലെ കൊച്ചു കൊച്ചു ചതുരക്കട്ടകൾ, അതിന് മുമ്പിലിട്ട ഒരു ഇരിപ്പിടം, അതിലിരിക്കുന്ന തോർത്തുമുണ്ട് തോളിലിട്ടിട്ടോ അല്ലാണ്ടോ ഇരിക്കുന്ന MT വാസുദേവൻ നായർ. എത്ര തവണ നാം ആ ചിത്രം നമ്മുടെ മനസ്സിൽ ആഴത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. എത്ര തവണ അവിടെ കടന്നു ചെല്ലുകയും മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ കുമ്പിട്ടോ അദ്ദേഹത്തെ വന്ദിച്ചിരിക്കുന്നു. ആ ഇരിപ്പിടത്തിൽ അവിടെയാണ് എന്നെ കൊണ്ടുപോകേണ്ടതുള്ളൂ, അവിടെ മാത്രം എന്ന് MT വാസുദേവൻ പറഞ്ഞു. അദ്ദേഹത്തിനെ കൊണ്ടുപോവുകയാണെങ്കിൽ എവിടെയെല്ലാം കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു, ഒരിടത്തും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാലത്തും തന്നെ ആഘോഷിക്കേണ്ടതില്ല എന്നും താൻ ഒരു ചെറിയ കൃഷിസ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന എഴുത്തുകാരൻ മാത്രമാണ് എന്നും എഴുത്തുകാരൻ എന്ന് പറയാൻ പോലും തനിക്ക് ഭയമാണ് എന്നും പറഞ്ഞ മഹാനായ MT വാസുദേവൻ നായരുടെ അഭാവം തീർച്ചയായിട്ടും വേദനാജനകമാണ്. നമുക്ക് ഇതുവരെ നടന്നത് തുഞ്ചൻ ഉത്സവങ്ങളാണ്, ഇനി നടക്കേണ്ടത് തുഞ്ചൻ മഹോത്സവങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.